ഇന്ന് ചന്തയിൽ പോയി മീനൊന്നുമില്ല, ചള്ളു മീൻ കേട്ടോ, ഉള്ള കെട്ട മീൻ ഒട്ടുമില്ല, നല്ല മീനൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചെന്ന് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു, ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് ഒരു വറുത്തരച്ച് ഒരു തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കൊരു തീയൽ വയ്ക്കാം. തീയലും വെച്ച് മുട്ടയും പൊരിച്ച് ബീട്രൂട്ട് തോരനും പപ്പടം ആക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് റെഡി. എന്തോ മീൻ ഒട്ടും കൊള്ളൂല, ചൂരയൊക്കെ വല്ലാതിരിക്കുന്നു, അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് വറുത്തരച്ച് തന്നെ ഒരു കറി വെച്ചാലോ. നമുക്ക് എന്തായാലും നിങ്ങൾ വരി, നമുക്ക് നോക്കാം. ഇന്ന് എന്തായാലും വറുത്തരച്ച് എന്നും മീൻ കറിയാണ്. ഇന്ന് എന്തായാലും നമുക്ക് സ്പെഷ്യലായിട്ട് തീയൽ വെക്കാം, മുട്ട പൊരിക്കാം ചെയ്യാം. ചന്തയിൽ മീൻ കുറവിടെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് തീയലും വെച്ച് മുട്ടയും പൊരിക്കാം. തീയൽ ഞാൻ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം, കാണിച്ചു കേട്ടോ. നമുക്ക് തീയൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തീയൽ വയ്ക്കാം, ഇത്രയും സാധനം മതി തീയൽ വയ്ക്കാൻ കേട്ടോ, വേറൊന്നും വേണ്ട. നമുക്കത് വറുത്തരച്ച് വയ്ക്കാം തീയൽ. ഇതെല്ലാം ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം നമുക്ക്, എന്നിട്ട് തീയൽ വയ്ക്കാം. തൊണ്ടടഞ്ഞിരിക്കുകയാണ്, കഴുകി എടുത്ത് ഇനി കൊച്ചായിട്ട് ഇതെല്ലാം അരിയാം. എന്തായാലും അരിഞ്ഞു വെച്ച് തീയലിന് ഉരുളൻകിഴങ്ങ്, കപ്പ ഉള്ളി, വഴുതണി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, തക്കാളി, ഒരു വെണ്ടയ്ക്ക, ഇത്രയും മതി. നമുക്ക് ഈ തേങ്ങ വറുക്കാൻ പോവാം. തേങ്ങ തിരി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി നമുക്ക് വറുത്തരയ്ക്കുന്ന തേങ്ങയിലൂടെ ഇട്ട് വറുക്കാൻ തിരി വെച്ച് നമുക്കിനി ഇത് വറുക്കണം. മിക്സിക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കണം. എല്ലാ തേങ്ങയും ഒരേ കണക്കായിട്ട് വറുത്താൽ എളുപ്പം വറുത്തെടുക്കാം. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് വേണ്ട, ഇത് കണക്ക് പൊടിച്ചെടുത്ത് നമുക്കപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ വാരിയിട്ട് കൊടുക്കാം, എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം മൂപ്പിച്ചെടുക്കാം, എന്നിട്ട് തീയൽ വെക്കാം. ഈ എണ്ണ ഒഴിക്കണ്ട കേട്ടോ, ഈ എണ്ണ ഒഴിക്കേണ്ട നല്ല ഉണക്കത്തേങ്ങയാണ്. ഉണക്കത്തേങ്ങ അല്ലാത്തവർക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒരു തുള്ളി മൂപ്പിച്ചെടുക്കാം. ഇത് നല്ല ഉണക്കത്തേങ്ങയാണ്, അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. ഇതിൽ തന്നെ എണ്ണയുണ്ട്. നമുക്കൊന്ന് വറുത്തെടുക്കാം, വറുക്കട്ടെ. എന്നിട്ടൊരു തീയൽ വയ്ക്കാം. ചന്തയിൽ മീനുണ്ടായിരുന്നു, കൊള്ളത്തില്ല, ചള്ളു മീൻ ഇല്ല, അതുകൊണ്ട് കുറേ മീൻ കറി ഫ്രിഡ്ജിരിക്കുന്നു. എന്തിനാ ഇനി മീൻ മേടിച്ചപ്പോൾ വിചാരിച്ചിന് വറുത്തരച്ച് തീയലും വെച്ച് മുട്ടയും പൊരിച്ച് പപ്പടവും ബീട്രൂട്ട് തോരനും വെക്കാം. ഇന്ന് അത് മതി. എന്നും മീൻ കറി, മീൻ പൊരിച്ചതും അവിയലും വേണ്ട. ഇന്നൊന്ന് മാറ്റി പിടിക്കാം. പാടായിരിക്കും കേട്ടോ എല്ലാവർക്കും. മീൻ കറി ഇല്ലെങ്കിൽ ഒരു പാടാ. മീൻ കറി വേണമെന്നവർക്ക് പഴയ മീൻ കറി കൊടുക്കും. ഇത് അത് തന്നെ കേട്ടോ. എന്തായാലും ഇതൊന്ന് മൂക്കട്ടെ. കറിവേപ്പിലയും കൂടി ഇട്ട് വറക്കാം കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. നല്ലോണം ഇളക്കട്ടെ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇളക്കാം. പണ്ടുള്ളവരൊക്കെ ഈ ഇരുമ്പ് ചട്ടിയിലാണ് തേങ്ങ വറുക്കുക. ഞാനും വിചാരിച്ചിരുന്നു ഇരുമ്പ് ചട്ടി വറക്കാമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചട്ടി എടുത്തത്. ഇതിനകത്ത് നല്ലോണം വറുക്കാം. എന്തായാലും തേങ്ങ മൂത്ത് വരുന്ന മണം വരുന്നു കേട്ടോ. എന്തായാലും മൂത്ത് വരട്ടെ, നമുക്ക് വറുത്തെടുക്കാം. ഇതിനകത്ത് കട്ട കിടക്കും തേങ്ങ. പൊടിച്ചിട്ട് പൊടിഞ്ഞില്ല, പോട്ടെ, എണ്ണ മൂക്കത്തില്ലെങ്കിൽ. എന്തായാലും മൂക്കട്ടെ, കുറച്ചുകൂടി മൂക്കാം. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ട് എല്ലാം കുറച്ചൊന്ന് വറുക്കണം കേട്ടോ. മുളക് പൊടി വേണ്ടത്, മല്ലിപ്പൊടിയും കൂടി ഇടാം. കുറച്ച് ഗരം മസാലയും കൂടി ഇടാം, പൊടി. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കാം. ചെറിയ ചൂട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങയിൽ നല്ല ചൂടുണ്ടല്ലേ, കഴിഞ്ഞു. തീ ഒന്ന് കുറച്ച് ചെറിയ തീ മതി. എന്നിട്ട് പകുതി വെച്ച് തന്നെ ഈ ചട്ടിയിൽ നല്ല ചൂടുണ്ട്. അത് മൂപ്പിച്ചെടുക്കാം. ഇത് തീ അടച്ചളയാൻ വേണ്ട, ചൂടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കണം, കൈ വിടാതെ കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഒക്കെ കരിഞ്ഞു പോകും. നല്ലോണം ഇളക്കണം. ചട്ടിയിൽ നല്ല ചൂടാണ്. നമുക്ക് ഒന്ന് ഇളക്കിയെടുത്താൽ ഇനി മിക്സിയിൽ വെച്ച് നല്ലോണം പൊടിച്ചിട്ട് നല്ലോണം അരയണം. അരയുമ്പോൾ തീയൽ സൂപ്പറായിട്ട് നല്ല മണം കേട്ടോ. മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ തേങ്ങയിലിട്ട് ഇളക്കിയിട്ട് ആ മൂക്കുന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളി മണം മൂക്കിലടിക്കുന്നു. അടിപൊളി കറിവേപ്പിലയുടെയും എല്ലാം. എന്തായാലും കിടക്കട്ടെ. അപ്പുറം എല്ലാം തേങ്ങ വറുത്തപ്പോൾ പോയി കേട്ടോ. എന്തായാലും വറുത്ത് കടുകൂടെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. വേണ്ട, നമുക്ക് കടുക് പൊട്ടട്ടെ. ഉള്ളി കേട്ടോ, 3 ഉള്ളി എടുത്തതിൽ ഒരു 2 ഉള്ളി എടുത്തോളൂ, അത് മതി. നമുക്കിതൊന്ന് ഇളക്കട്ടെ, വാടി എടുട്ടെ, ഒന്ന് വാടട്ടെ. പച്ചമുളക് കിടക്കട്ടെ. കറിവേപ്പില ഇട്ട് അത് കൂടി കിടന്ന് നല്ലോണം വാടട്ടെ. നല്ലോണം ഒന്ന് വാടിയാട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് ഒരു വഴുതണി ഇട്ടിട്ടുണ്ട്, അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് വാട്ടാം. കിടന്ന് വാടട്ടെ. അതെല്ലാം ഒരു വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ.
എല്ലാം കൂടി ഒന്ന് വാടി എടുക്കട്ടെ. തോന്നി വെണ്ടയ്ക്കിട്ട കറി വൈകുന്നേരം ഒരു ശരിയാവില്ല. എല്ലാം കൂടി ഒന്ന് നല്ലോണം വാടി വരട്ടെ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല വടിയ ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ട് നമുക്കിനി ഇവിടെ അതുപോലെ പിന്നെ കാണിക്കാം. വെള്ളം കിഴങ്ങ്, തക്കാളി ഇതൊന്നും ഒന്നും കൂടി എണ്ണയ്ക്കകത്തൊന്ന് ചെറിയ തീയൊന്ന് വാടി വെക്കും. എന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നല്ലോണം മടി അരച്ചേ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പിന് ഒഴിക്കട്ടെ കേട്ടോ. ഒഴിക്കട്ടെ. നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഓക്കെ. അവിടെ കിടന്ന് നല്ലോണം വേവട്ടെ. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അവിടെ കിടന്ന് വെന്തോളും. ആ നേരം കൊണ്ട് എനിക്ക് ബീട്രൂട്ട് അരിയാൻ പോകണം. കറി അവിടെ കിടന്ന് വേട്ടെ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇരിക്കട്ടെ, പിന്നെ നോക്കാൻ വേണം. അവിടെ കിടന്ന് പറ്റട്ടെ. ഒരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. നല്ലപോലെ തീയിൽ തിളക്കി നല്ല മണം. ഉപ്പ് നോക്കി സൂപ്പർ കറി കേട്ടോ, അടിപൊളി. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിരുന്ന് ഒന്ന് പറ്റട്ടെ. ഒരുപാട് തീ വേണ്ട കേട്ടോ. അപ്പോൾ അത് പറ്റി നല്ല മണം മൂക്കിൽ ഇങ്ങനെ വന്ന് അടിക്കുക. അടിപൊളി കേട്ടോ. വേണമെന്നുള്ളവർക്ക് പറ്റി കഴിയുമ്പോൾ കടുക് വറുക്കാൻ നമുക്ക് വേണ്ട. എണ്ണ കുറച്ച് മതി. അടിപൊളി കേട്ടോ. നല്ല രുചിയുണ്ട്. അടിപൊളി കറി. എന്തായാലും ഒന്നും കൂടി പറ്റട്ടെ. കറി പറ്റി അണച്ച് വെച്ച് ഇനി അവിടെ ഇരുന്ന് ചെറിയ കറിച്ചട്ടിയുടെ ചൂടിലിരിക്കട്ടെ. തീയൽ റെഡിയായി. അടിപൊളി രുചിയുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്നും കൂടി കടുക് വറുത്ത് ഒഴിക്കുക. നമുക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ ഇനി എണ്ണ ഉപയോഗിക്കുന്നില്ല. തേങ്ങ വറുത്തരച്ച് എൻ്റെ നെയ്യൊക്കെ ഇരുന്ന് അങ്ങ് പറ്റിക്കോളും. തീയലിതാ പറ്റിയിരിക്കുക. അടിപൊളി തീയലാണ്. എല്ലാവരും വെച്ച് നോക്കണം.